Good afternoon, my dear students. Welcome back our Hindi class. In the last class, we started the second lesson. Is it? What's the name of the second lesson? Bechpen. Bechpen ആരുടെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് അവിടെ പറയുന്നത്? കൃഷ്ണ സോപതി. അതെ, കൃഷ്ണ സോപതി അവരുടെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള, നല്ല ലവ്ലി ആയിട്ടുള്ള, നല്ല ഒരിക്കലും മറക്കാൻ പറ്റാത്ത അവരുടെ ആ ഒരു കുട്ടിക്കാലത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാം അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ലെസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞായിരുന്നു. പേജ് നമ്പർ 6 നമ്മൾ ഒന്ന് പറഞ്ഞു. ജസ്റ്റ് അവർ ധരിച്ചിരുന്ന ഡ്രസ്സിനെ കുറിച്ചും അല്ലേ, ഒരു വിൻ്റർ സീസണിലൊക്കെ ധരിച്ചിരുന്ന ഡ്രസ്സിനെ കുറിച്ചും പറഞ്ഞു. പിന്നെ മോർണിംഗിൽ അവർ എല്ലാ സാറ്റർഡേകളിലും മോർണിംഗിൽ അവരൊരു മെഡിസിൻ കഴിക്കുമായിരുന്നു. അവരുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നത് എന്തായിരുന്നു അത്? ഒലിവ് ഓയിലും കസ്റ്റർഡ് ഓയിലും ഒക്കെ കഴിക്കുമായിരുന്നു. ഒലിവ് ഓയിൽ, കസ്റ്റർഡ് ഓയിൽ എന്നൊക്കെ പറയുന്നത് വളരെയധികം സ്റ്റൊമക്കിന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓയിലാണ്. അത് ആ ഒരു മെഡിസിനൊക്കെ അവർ കഴിക്കുമായിരുന്നു. പിന്നെ കസ്റ്റർഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, ആവണക്കെണ്ണ കേട്ടോ, അതാണ്. പിന്നെ എന്താണ്, അവിടെ ആ ഒരു ദിവസവും മോർണിംഗിന് സോക്സ് കഴുകുമായിരുന്നു. അവർ തന്നെയായിരുന്നു സാറ്റർഡേകളിലും സൺഡേകളിലൊക്കെ അവർ സോക്സൊക്കെ കഴുകുന്നത്. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. പേജ് നമ്പർ 7 എടുക്കുക. ടെക്സ്റ്റ് നോക്കിയിരിക്കുക കേട്ടോ. കൊണ്ട് ടെക്സ്റ്റ് याद रखे उन दिनों कुछ घरों में ग्रामोफोन थे, റേഡിയോ और ടെലിവിഷൻ नहीं थे. എന്ന് വെച്ചാൽ ഓർക്കുക, there was only gramophone. അതായത് ആ ടൈമിനൊക്കെ അവിടെ എന്താണ്, ഗ്രാമോഫോൺ മാത്രമേ ഉള്ളൂ. നോ റേഡിയോ ആൻഡ് നോ ടെലിവിഷൻ. അതായത് ടെലിവിഷനും ഇല്ല, ടി വിയും റേഡിയോയും ഇല്ല. ഹമാരെ ബച്പൻ കി കുൽഫി ഐസ്ക്രീം ഹോ ഗയി ഹെ. അവരുടെ കുട്ടിക്കാലത്തുള്ള കുൽഫി എന്തായി മാറിയിരിക്കുന്നു? ഐസ്ക്രീമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ അന്ന് എന്തായിരുന്നു അവർക്ക് കിട്ടുമായിരുന്നു? കുൽഫി കഴിക്കാൻ കിട്ടുമായിരുന്നു. ഇപ്പോൾ അതെന്തായി മാറി? ഐസ്ക്രീമായി മാറി. കുൽഫി റെയറാണ് കുൽഫി. ഓക്കെ. കച്ചോടി സമോസ പേറ്റിസ്മേൻ ബദൽ ഹെഗയ. അതായത് കച്ചോടി സമോസ എന്ന് പറയുന്നത് എന്താണ്? ഈ ചെറിയ ആ ഒരു കോൺ ഷേപ്പിലുള്ള കച്ചോടി സമോസ, അതൊക്കെ ഹോം മെയ്ഡാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് പണ്ടൊക്കെ. ഇപ്പോൾ അതെന്താണ്? പേറ്റിസ്മേൻ ബദൽ ഹെഗയ. പേറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ പപ്സില്ലേ, അതുപോലെയൊക്കെ. ഇപ്പം പപ്സല്ലേ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കാണാറുള്ളത്. സമോസയും ഉണ്ട്, ഹോം മെയ്ഡ് ആയിട്ടുള്ള സമോസകളൊന്നും ഇപ്പം ഇല്ല എന്നാണ് പറയുന്നത്. അതിന് പകരം എന്തായി? വലിയ പപ്സൊക്കെ ഇപ്പോൾ അതിലൂടെ ചേഞ്ചായി. शहतूत और फल से और कस्कस के शरबत कोक पेप्सी में. അതായത് ഈ ഷഹത്തൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മൾബറി, ഒരു ചില ഫ്രൂട്ടാണ് മൾബറി. ആ മൾബറി ഔർ ഫാൽസെ ഔർ കസ്കസ് കെ ഷർബത്ത്. അതായത് ഈ ഷഹത്തൂത്ത് എന്ന് പറഞ്ഞാൽ മൾബറിയാണ്. പിന്നെ ഫാൽസ് എന്ന് പറഞ്ഞാൽ അനദർ ടൈപ്പ് ഓഫ് ബെറിയാണ്. അതായത് അനദർ ടൈപ്പ് ഓഫ് ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു ചില ബെറിയാണ്. ദെൻ കസ്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലാക്ക് കളറിലെ സീഡാണ് കസ്കസ്. ബ്ലാക്ക് കളറിലെ സീഡും ഉണ്ട്, വൈറ്റ് കസ്കസും ഉണ്ട്. അതായത് വൈറ്റ് കസ്കസ് നമ്മൾ ഈ ബിരിയാണിക്കകത്തൊക്കെ ഇടുന്നതാണ്. ഈ ബ്ലാക്ക് കസ്കസ് നിങ്ങൾ ജ്യൂസൊക്കെ കുടിക്കുമ്പോഴത്തേക്ക് കണ്ടിട്ടില്ലേ, കസ്കസ് ഒക്കെ ഇട്ട് കുടിക്കുന്നത്. അത് നന്നായിട്ട് തണുപ്പ് കോൾഡാകുന്ന ഒരു ഇതാണ്, സീഡാണ്. അത് ഓക്കെ. ഷർബത്തൊക്കെ അതായത് അതൊക്കെ എന്താണ്, ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതായിരുന്നു, വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതായിരുന്നു. ഇപ്പോൾ അത് ആ ജ്യൂസുകളൊന്നും ഇല്ല, അങ്ങനത്തെ ജ്യൂസുകളൊന്നും ഇല്ല ഇപ്പോൾ. ഷർബത്ത് എന്ന് പറഞ്ഞാൽ ജ്യൂസ്, അങ്ങനെയുള്ള ജ്യൂസുകളൊന്നും ഇല്ല. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ കോക്ക് പെപ്സി ഒക്കെയാണ് കൂടുതലായിട്ടും കാണുന്നത് അല്ലേ? നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാൽ നമ്മൾ എന്താണ്, 7up വാങ്ങിക്കുക, സ്പ്രൈറ്റ് വാങ്ങിച്ചു കുടിക്കുക, ദെൻ കോള, പെപ്സി, അതൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും പണ്ടത്തെ കാലത്ത് അവർ കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ, കുടിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ മൾബറി, പിന്നെ ഫാൽസെ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ടൈപ്പ് ഓഫ് ബെറിയാണ്. അതൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഉൻ ദിനോ കോക്ക് നഹി ലംനേഡ് യുക്തോ മിൽത്തി ഹെ. ആ ടൈമിനൊക്കെ എന്താണ്, ഈ കോക്ക്, അതായത് കോക്ക് കിട്ടിയില്ലായിരുന്നു. കോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കോള, പെപ്സി, അതാണ് കേട്ടോ. കോക്ക് കിട്ടുകയില്ലായിരുന്നു. എന്തായിരുന്നു ആ ടൈമിൽ കിട്ടുന്നത്? ലെമണേഡ് വിൻഡോ. ലെമണേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നത് ലെമൺ ജ്യൂസ് വെച്ചിട്ടുള്ള ആ ഒരു ജ്യൂസാണ് ലെമണേഡ് എന്ന് പറയുന്നത്. ലെമണേഡ് വിൻഡോ എന്നൊക്കെ പറയുന്ന ജ്യൂസസ് ഉണ്ടായിരുന്നു. അതൊക്കെ ആയിരുന്നു. ഓക്കെ. शिमला और नई दिल्ली में बिड़े हुए बेचूंगा वेटर्स और देवी को रेस्ट करूंगी चॉकलेट और पेस्ट्री मज़ा देने वाली होती. എന്ന് വെച്ചാൽ ഷിംല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്ലേസ്, അവരുടെ പ്ലേസാണ്, ഹിമാചൽ പ്രദേശിലെ പ്ലേസാണ്. എന്താണ്, നമ്മുടെ കൃഷ്ണ സോബതിയുടെ നേറ്റീവ് പ്ലേസാണ് ഷിംല. ഷിംലയിൽ ഷീ റിമെമ്പർ എന്താണ്, അവർ ഓർക്കുകയാണ്
എന്താണ് ചിൽഡ്രൻ കനോട്ട് ഫോർഗെറ്റ് ദ ഫേമസ് പ്ലേസസ്. അവരൊരിക്കലും മറക്കുന്നില്ല ആ ഫേമസ് ആയിട്ടുള്ള പ്ലേസസ്. ആ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ആണ്, അവിടുത്തെ റെസ്റ്റോറൻറ്റ് നെയിമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ബർഗേഴ്സ് ആൻഡ് ഡേവിക്കോ. ബർഗേഴ്സ് ആൻഡ് ഡേവിക്കോ എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ റെസ്റ്റോറൻ്റ് ആണ്. അത് ഒരിക്കലും അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ ആരും അതൊന്നും ഒരിക്കലും നെവർ ദ ഫോർഗെറ്റ്. ചോക്ലേറ്റ് और പേസ്ട്രി മധുര देने वाली होती. അതായത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ചോക്ലേറ്റും പേസ്ട്രിയും. പേസ്ട്രി ഒക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്, എന്താ നമ്മൾ ചെറിയ കേക്ക് പീസൊക്കെ ഇല്ലേ, അത് പേസ്ട്രിയും ഒക്കെ അവരെന്താണ് ഒരിക്കലും അതൊന്നും മറക്കുകയില്ല. ഫേമസ് പേസ്ട്രി ആൻഡ് ചോക്ലേറ്റ് ഒന്നും അവരൊരിക്കലും മറക്കുകയില്ലെന്നാണ് പറയുന്നത്. ഹം ഭായി ബഹനോं की ड्यूटी लगती है शिमला मॉल से ब्राउन ब्रेड लाने की. അതായത് അവരുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അവരുടെ ഡ്യൂട്ടി ആയിരുന്നു ഷിംല മോളിൽ പോയിട്ട് എന്ത് വാങ്ങിക്കാൻ, ഷിംലയിലുള്ള മാളിൽ, അതായത് മാളിൽ ചെല്ലുമ്പോഴാണ് ഈ 2 റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ. ബേഗേഴ്സ് ആൻഡ് ഡേവിക്കോ എന്ന് പറയുന്ന 2 റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ബ്രൗൺ ബ്രെഡ് വാങ്ങിക്കാനുള്ളത് അവരുടെ ഡ്യൂട്ടി ആയിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ തന്നെയാണ് ഈ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് ചോക്ലേറ്റും പേസ്ട്രിയും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, കടയിൽ വിൽക്കാനുണ്ട്. हमारा घर माल से ज़्यादा दूर नहीं था. അതായത് ദിസ് ഹൗസ് ഈസ് നോട്ട് എവേ ഫ്രം അവർ ഹോം. അതായത് നമ്മുടെ വീടിൻ്റെ ആയിട്ട് ഒത്തിരി ദൂരമൊന്നുമല്ലായിരുന്നു ഈ ഒരു മാൾ. एक छोटी सी चढ़ाई और गिरजा मैदान पहुंच जाता है. അതായത് ഒരു ക്ലൈംബ് കയറണം, ജസ്റ്റ് ഒരു ക്ലൈംബ് ചെന്നിട്ട് ദെൻ അവിടെ ഒരു സ്മോൾ ഹിൽ റീച്ച് ചെയ്യും. അവിടെ നിന്ന് ചെന്നിട്ട് അവരൊരു ചെറിയൊരു സ്മോൾ ഹിൽ അവർ ഹിൽ എന്ന് പറയുമ്പോൾ ആ ഒരു സ്മോൾ ഹില്ലിൽ ക്ലൈംബ് ചെന്നിട്ട് ദെൻ ദേ റീച്ച് ഇൻ ചർച്ച് ഗ്രൗണ്ടിലെത്തും. देन वहाँ से वह उतराई डाउन उतरते और माल पर. ദെൻ അവരെന്ത് ചെയ്യും, അവിടുന്ന് ഡൗണിലോട്ട് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എത്തും, എവിടെ എത്തും, അതായത് ജസ്റ്റ് ഒരു ഹിൽ ക്ലൈംബ് ചെയ്ത് കയറി കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങും. ദെൻ അവരൊരു ചർച്ച് ഗ്രൗണ്ടിലെത്തുന്നു. ദെൻ അവിടുന്ന് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ആ മാളിലെത്തുന്നു. അത്രയും ഒരു ദൂരമേ അവരുടെ വീട്ടിൽ നിന്ന് ഈ ഒരു ഷിംലയുടെ മാളിലോട്ടുള്ള ദൂരമുണ്ടായിരുന്നു. ഓക്കെ, कन्फेक्शनरी काउंटर पर तरह तरह की पेस्ट्री और चॉकलेट को खुशबू मनभावनी. അതായത് കൺഫെക്ഷണറി കൗണ്ടർ എന്ന് പറഞ്ഞൊരു കൗണ്ടർ ഉണ്ട് അവിടെ. കൺഫെക്ഷണറി കൗണ്ടർ, ലുക്ക് ദെയർ, കൺഫെക്ഷണറി കൗണ്ടർ. ആ കൺഫെക്ഷണറി കൗണ്ടറിൽ എന്തൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ അവിടെയാണ് ചോക്ലേറ്റും ബിസ്ക്കറ്റും പേസ്ട്രിയും കേക്കുമൊക്കെ ആ ഒരു കൗണ്ടറിലാണ് വിൽക്കുന്നത്. ആ കൗണ്ടറിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ അങ്ങോട്ട് മൻഭാവനി സ്മെൽ എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല ഒരു സ്മെല്ലാണ്, സ്വീറ്റ് സ്മെല്ല് വരും. അത് എന്താണ്, ആ സ്മെല്ല് അടിക്കുമ്പോൾ തന്നെ അവർക്ക് എന്താണ്, നന്നായിട്ട് അവർക്ക് കൊതി വരുമെന്നാണ് പറയുന്നത്. കൃഷ്ണസോപതിയും ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ ആയിട്ടാണ് പോകുന്നത് ഇത് വാങ്ങിക്കാൻ വേണ്ടി. ദെൻ ഹമേ ഹഫ്തേ മേ ഏക് ബാർ ചോക്ലേറ്റ് ഖരീദനെ കി छूट दी. അതായത് എന്താണ്, ദേ വേ പെർമിറ്റഡ് ടു ഈറ്റ് ചോക്ലേറ്റ് ഇൻ വൺസ് ഇൻ എ വീക്ക്. അല്ലെ ഡെയിലി, നോട്ട് ഡെയിലി, വൺസ് ഇൻ എ വീക്ക്. അതായത് അവർക്ക് അത്രയും പെർമിഷനേ ഉള്ളൂ വൺസ് ഇൻ എ വീക്കിൽ ചോക്ലേറ്റ് കഴിക്കാൻ. അതായത് നിങ്ങളെപ്പോലെയല്ല, നിങ്ങളെന്താണ്, നിങ്ങൾ ഡെയിലി റുട്ടീൻ പോലെയാണ് ചോക്ലേറ്റ് കഴിക്കുന്നത് അല്ലേ. ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും അങ്ങനെയാണ് കഴിക്കുന്നത്. നിങ്ങൾ മാത്രമല്ല, ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഡെയിലി ചോക്ലേറ്റുകൾ കഴിക്കാറുണ്ട്. ബട്ട് എന്താണ്, ഇൻ ദ ഏജ് ഓഫ് കൃഷ്ണസോപതി, ദ പീരീഡ് ദാറ്റ് ടൈം ഓഫ് കൃഷ്ണസോപതി, ദേ ആർ ഓൺലി പെർമിറ്റഡ് ഇൻ വൺസ് ഇൻ എ വീക്ക്. അവർക്ക് അത്രയേ ഉള്ളൂ, വൺസ് ഇൻ എ വീക്കേ ഉള്ളവർക്ക് ചോക്ലേറ്റ് കഴിക്കാനുള്ള പെർമിഷൻ. ദെൻ सबसे ज़्यादा मेरे पास ही ചോക്ലേറ്റ് ടോഫി का സ്റ്റോക്ക് रहता. അതായത് അവരുടെ കയ്യിൽ എന്താണ്, ചോക്ലേറ്റുകളുടെ സ്റ്റോക്ക് അവർ ചെയ്തു. മീൻസ് അവർ കടയിൽ പോകുമ്പോഴത്തേക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് അത് അപ്പോൾ തന്നെ കൃഷ്ണസോപതി കഴിക്കുകയില്ല. ആഫ്റ്റർ ടൈം ദേ കം ബാക്ക് ഇൻ ദ ഹോം. ദെൻ ആഫ്റ്റർ ഷീ ഈറ്റ്. എപ്പോഴാണ്, ആഫ്റ്റർ ദ ഡിന്നർ കഴിഞ്ഞിട്ട് അവർ കഴിക്കുകയുള്ളായിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്, ഇത് കിട്ടുമ്പോഴേക്ക് തന്നെ അവരെന്ത് ചെയ്യുമായിരുന്നു, കടേ കബീന കാത്തി എന്ന് വെച്ചാൽ പെട്ടെന്ന് കഴിക്കുകയില്ല. घर लौटकर साइड बोर्ड पर देख दी थी और रात खाने के बाद बिस्तर में लेटकर मज़ा लेने खाती. അതായത് ആഫ്റ്റർ ഡിന്നർ ഷീ ലൈ ഇൻ ദ ബെഡ് ആൻഡ് എൻജോയ് ഇറ്റ്. അതായത് നല്ല എൻജോയ് ചെയ്താണ് അവർ കഴിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. शिमला के काफल भी बहुत याद आते हैं. ഖട്ടെ മീട്ടെ എന്ന് വെച്ചാൽ എന്താണ്, ഷിംലയിലുള്ള ഒരു വൺ ടൈപ്പ് ഓഫ് ഫ്രൂട്ടാണ് കേട്ടോ. കാഫൽ എന്ന് പറയുന്നത് വൺ ടൈപ്പ് ഓഫ് ഫ്രൂട്ടാണ്. അത് വളരെയധികം അവർ റിമെമ്പർ ചെയ്യുന്നത്, ഒരുപാട് അത് ഓർക്കുന്നുണ്ട് ആ ഒരു ഫ്രൂട്ട്. എങ്ങനെയാണ്, ഖട്ടെ മീട്ടെ എന്ന് വെച്ചാൽ സ്വീറ്റ് ആൻഡ് സോർ എന്ന് പറയും. സ്വീറ്റ് ആൻഡ് സോർ ആയിട്ടുള്ളത്, അതായത് കുറച്ച് പുളിയും കുറച്ച് മധുരമൊക്കെ ആയിട്ടുള്ള വളരെയധികം എന്താണ് ടേസ്റ്റി ആയിട്ടുള്ളൊരു രസ്വരി എന്ന് പറഞ്ഞാൽ വളരെയധികം രസമുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് എന്ത്, കാഫൽ.
കുച്ച് ഏകദം ലാൽ, എന്താണ് ഒരു റെഡ് കളറുണ്ട്, ചെറുതായിട്ട് റെഡിഷ് ആയിട്ടുള്ളത്. കുച്ച് ഗുലാബി, പിങ്കിഷ് കളറാണ്. ദെൻ റസ്ബെറി കസ്മൽ, അതായത് അനദർ ടൈപ്പ് ഓഫ് ബെറിയാണ് കസ്മൽ എന്ന് പറയുന്നത്. വേറൊരു ടൈപ്പ് ഓഫ് ബെറിനെയാണ് നമ്മൾ എന്താണ് കസ്മൽ എന്നാണ് പറയുന്നത്. അതൊരു ടൈപ്പ് ബെറി എന്ന് പറഞ്ഞാൽ എന്താണ് മൾബെറി, സ്ട്രോബെറി എന്നൊക്കെ പറയുന്നത് ആ ബെറി ടൈപ്പിൽ വരുന്നതാണ്. ബ്ലൂബെറി ആ ടൈപ്പുകളിൽ വരുന്നതാണ് കസ്മൽ. സോച്ച്കർ ഹി മുഹ് മേ പാനി പരായ, ഇത് ഇപ്പോഴും അത് ഓർക്കുമ്പോഴത്തേക്ക് മുഹ് മേ പാനി പരായ എന്ന് വെച്ചാൽ എന്താണ് വായിൽ വെള്ളം വരികയാണെന്ന് കൃഷ്ണ സോബരിയിൽ. ചെസ്നട്ട് എഗ് ഔർ ഗജബ് കി ചീസ് എന്ന് വെച്ചാൽ എന്താണ് ഈ ചെസ്നട്ട് എന്ന് പറഞ്ഞാൽ വൺ ടൈപ്പ് ഓഫ് നട്ട്സ് ആണ് കേട്ടോ. വൺ ടൈപ്പ് ഓഫ് നട്ട്സ് ആണ് ഈ ചെസ്നട്ട് എന്ന് പറയുന്നത്. ഔർ ഗജബ് കി ചീസ് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു നട്ട്സ് ആണ് ഈ ചെസ്നട്ട് എന്ന് പറയുന്നത്. ആകെ पर भूने जाते और फिर छिलके उतारकर मुँह में എന്ത് ചെയ്യും അത് ഇറ്റ് ഈസ് റോസ്റ്റഡ് ഇൻ ഫയർ. ആ ഒരു ഫയറിലാണ് റോസ്റ്റ് ചെയ്യുന്നത്. ദെൻ ആഫ്റ്റർ എന്ത് ചെയ്യുന്നു അതിൻ്റെ ചിൽക്ക് അതിൻ്റെ ആ തോടൊക്കെ പൊട്ടിച്ചിട്ടാണ് അത് കഴിക്കുന്നത്. നമ്മൾ പീനട്ട് കഴിക്കില്ലേ, നമ്മൾ കപ്പലണ്ടിയൊക്കെ കഴിക്കത്തില്ലേ അതുപോലെ. ഓക്കെ ലിസൺ. ചനെ ജോർ ഗരം ഔർ അനാർദാനെ കാ ചൂർണ്ണം എന്ന് വെച്ചാൽ എന്താണ് ചന എന്ന് പറഞ്ഞാൽ കടല, കടലയും എന്താണെന്നല്ല ഗരം ഔർ അനാദാനൊക്കെ ചൂർണ്ണം എന്ന് വെച്ചാൽ എന്താണ് അനാദാനം എന്ന് പറഞ്ഞാൽ എന്താണ് പോമിഗ്രാനറ്റിൻ്റെ സീഡ് വെച്ചിട്ടുള്ളൊരു അതിനകത്ത് ചൂർണ്ണം എന്ന് പറഞ്ഞാൽ ഇത് പൗഡർ ഇടും. അത് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ കിട്ടുന്നൊരു സാധനമാണ്. നമ്മൾ സ്ട്രീറ്റിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് കാണാം. ചനാ പപ്പടി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതാണ് എന്ന് വെച്ചാൽ ഈ കടല ഇത് കപ്പലണ്ടി പീനട്ടൊക്കെ നമ്മൾ എന്താണ് ഇങ്ങനെ മുളപ്പിച്ചിട്ടൊക്കെ കഴിക്കുന്ന ഒരു സാധനമാണ്. അതൊക്കെ വളരെയധികം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷായിരുന്നു. എന്ന് വെച്ചാൽ വളരെയധികം ഒരിക്കലും മറക്കാത്ത അവരുടെ കുട്ടിക്കാലത്ത് ഒരിക്കലും മറക്കാത്ത അവർ കഴിക്കുന്നത്. നമ്മൾ ഇപ്പോഴും ഓർക്കാറില്ലേ നമ്മുടെ കുട്ടിക്കാലത്ത്? നിങ്ങൾ കുട്ടിക്കാലത്ത് തന്നെയാണ്, ഞങ്ങൾ ഓർക്കാറുണ്ട്, ഞാൻ ഓർക്കാറുണ്ട്. കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുള്ള കുറച്ച് സ്കൂളിലൊക്കെ പോകുമ്പോഴേക്കാളും കഴിച്ചിട്ടുള്ള ചോക്ലേറ്റുകളൊക്കെ ഓർക്കാറുണ്ട് മിസ് ഇപ്പോൾ. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലം തന്നെയാണ് ഇത്. നിങ്ങൾ വലുതായിട്ടൊന്നുമില്ല. നിങ്ങളുടെ ഈ കുട്ടിക്കാലം നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇങ്ങനെയായിരിക്കും കേട്ടോ. हाँ चने जो गरम की पुड़िया जो तब थी वह अब भी नजर आती है. ഇപ്പോഴും കണ്ണിൽ നിന്ന് മാഞ്ഞിട്ടില്ല. എങ്ങനെയായിരുന്നു ആ പേപ്പർ കോൺ, അതായത് നമ്മൾ പറയത്തില്ലേ കപ്പലണ്ടിയൊക്കെ പൊതിയത്തില്ലേ പേപ്പർ കോൺ, കുമ്പിളുണ്ടാക്കുക, അതാണ് ഈ പറയുന്നത്. അതായത് എങ്ങനെയാണോ ആ പേപ്പർ ഇങ്ങനെ ചുരുട്ടി അത് ലാസ്റ്റ് താഴെ ഇങ്ങനെ കോൺ പോലെ, അതാണ് കോൺ. അതായത് ഇവിടെ പറയുന്നത് പുടിയ എന്ന് പറഞ്ഞാൽ എന്താണ് കോൺ ടൈപ്പ് ഓഫ് ആ ഒരു കവറിങ്ങിനെയാണ് പുടിയ എന്ന് പറയുന്നത്. पेपर कौन पुराने कागजों से बनाई हुई इस पुड़िया में निरा हाथ का कमाल है. അതായത് ഈ പഴയ രീതിയിലുള്ള ആ ഒരു കുമ്പിളുണ്ടാക്കുക ആ ഒരു പേപ്പർ വെച്ചിട്ട് ഇപ്പം അങ്ങനെ ഇല്ല അല്ലേ. ഇപ്പം നമ്മളങ്ങനെ എല്ലായിടത്തൊക്കെ പോകുമ്പോഴുള്ള അതെല്ലാം ഇപ്പോൾ എന്താണ് പ്ലേറ്റിൽ ഇതൊക്കെയാണ് ഇങ്ങനെ ആ ഒരു പഴയ ആൾക്കാരിങ്ങനെ കൈകൊണ്ടൊക്കെ ആ ഒരു ഇത് പൊടിക്കുന്നത് വളരെയധികം നല്ല രസമാണ് അത് കാണാനായിട്ട്. नीचे से तिरछी लपेटते हुए ऊपर से इतनी चौड़ी की चने आसानी से हथेली में पर पहुंच जाए. പേപ്പർ കൊണ്ട് ചുരുട്ടി ആ കുപ്പിൾ ഉണ്ടാക്കുന്നത് എന്ത് പെട്ടെന്നാണ് അവർ ആ കൈ കൊണ്ട് ഉണ്ടാക്കുന്നത്. അത് കണ്ടു നിൽക്കാൻ തന്നെ വളരെയധികം ഭംഗിയാണ്. एक वक्त था जब फिल्म का गाना चना जोर गरम बाबू में लाया मजेदार. चना जोर गरम അതായത് उन दिनों में स्कूल के हर एक बच्चे आते थे. അതായത് അതവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ एक वक्त था जब फिल्म का गाना, അതായത് അപ്പോൾ ഓർക്കുന്നു ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിമിൻ്റെ ആ ഒരു സോങ് ആണ് അവിടെ ഓർക്കുന്നത്. എന്താണ് ചനാ ജോർ ഗരം ബാബു മേലായ മസീദാ, അങ്ങനെ ഒരു സോങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സോങ്ങിൽ ആ ഒരു ലൈന് എപ്പോഴും പിള്ളേർ പാടി നടക്കുമായിരുന്നു ആ ടൈമിൽ സ്കൂളിൽ. ഇപ്പം നമ്മളായാലും ഇപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടൊക്കെ നമ്മൾ പാടിക്കൊണ്ട് നടക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള കുറച്ചുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ, ആ പാട്ടൊക്കെ നമ്മൾ പാടിക്കൊണ്ട് നടക്കാറുണ്ട്. അതായത് ആ ടൈമിന് എന്താണ് കുട്ടികളെല്ലാവരും സ്കൂളിൽ എന്ത് ചെയ്യും ആ പാട്ട് പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. ഏത് പാട്ടാണ്? ചനാ ജോർ ഗരം ബാബു മേലായ മസീദാ, അങ്ങനെ ഒരു പാട്ട് പാടിക്കൊണ്ട് നടക്കുക. ഒരു ദിനം സ്കൂളിൽ 6 ബच्चे വാത്താതെ, അതായത് ആ ടൈമിൽ എല്ലാ കുട്ടികൾക്കും ആ പാട്ട് അറിയാമായിരുന്നു. എന്താണ് ഈ ചനാ പാപ്പടി ഈ ചനാ ചോർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ചനാ പാപ്പടി കേട്ടോ. നെക്സ്റ്റ് പാരഗ്രാഫ്. കുച്ച് ബच्चे പുടിയാ पर तेज मसाला बर्बाते. അതായത് സം സ്റ്റുഡൻസ് സ്പ്രിങ്കിൾ ദ മസാലാസ് ഇൻ ദിസ് ചനാ പാപ്പടി. അതായത് കുറച്ച് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാണ്. ചിലരത് ചനാ പാപ്പടി അങ്ങനെ തന്നെ കഴിക്കാറുണ്ട്. ചിലരൊക്കെ എന്ത് ചെയ്യും അവർക്ക് അതിൽ മസാല സ്പ്രിങ്കിൾ ചെയ്ത് കഴിക്കുന്നതാണ് ഇഷ്ടം. അതായത് ഷോപ്പിൽ അവിടെ പറയും ഞങ്ങൾക്ക് കുറച്ച് മസാലാസ് ഇട്ട് തരൂ എന്ന് പറയും. നല്ല സ്പൈസി ആയിട്ടുള്ള മസാലാസൊക്കെ ഇട്ട് കഴിക്കും. പൂര ഗിരിജാ മൈതാൻ ഘൂമനെ തട്ടി പുടിയ ചലത്തി. അതായത് ആ കഴിക്കും ഇത് വാങ്ങിച്ചിട്ട് അതായത് ആ ഗ്രൗണ്ടിൽ ചർച്ച് ഗ്രൗണ്ട് ഉണ്ട് അവർക്ക്. അതായത്
നമ്മുടെ കൃഷ്ണാസോപതി താമസിച്ചിരുന്ന ആ ഒരു സ്ഥലത്ത് കുറച്ചൊരു ഹിൽ കഴിഞ്ഞിട്ട് ആ ഹിൽ ക്ലൈംബ് ചെയ്ത് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എന്താണ് ചർച്ച് ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിലാണ് ഇവരെല്ലാം കളിക്കാൻ പോകുന്നതൊക്കെ. അപ്പോൾ ഇത് കഴിച്ചിട്ട് സ്കൂളിൻ്റെ അടുത്ത്, സ്കൂളും ഇതൊക്കെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. ഇവരെന്ത് ചെയ്യും, ചർച്ച് ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓടി നടന്നത് കഴിക്കുമായിരുന്നു. വളരെയധികം എൻജോയ് ചെയ്തായിരുന്നു അവർ കഴിക്കുന്നത്. एक एक चना पापड़ी मुंह में डालने और कदम उड़ाने में एक खास भी ले रफ्तार थी. എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് വെച്ചാൽ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആണ്. അവരിവിടെ ഓർക്കുന്നത് അവരുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ആണ്. അവരുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ഇവിടെ പറയുകയാണ്. ഓരോ ചനാ പപ്പടി എടുത്ത് വായിലോട്ട് ഇടുമ്പോഴത്തേക്ക് വളരെയധികം എൻജോയ് ചെയ്ത് അവർ കഴിക്കുമായിരുന്നു. ഒരു സ്ട്രിക്റ്റും ഇല്ലായിരുന്നു അന്നത്തെ ആ ഒരു കാലത്തൊക്കെ, അങ്ങനെ ആയിരുന്നു അത്. അപ്പോൾ അവർ പറയുന്നത് അവരുടെ ഇപ്പോഴും നിങ്ങളുടെ ചൈൽഡ്ഹുഡും, അതാണ് ഇവിടെ കവി പറയുന്നത്, അല്ല സോറി കൃഷ്ണാസോപതി പറയുന്നത്, തുമാരെ ബച്പൻ ഔർ ഹമാരെ ബച്പൻ കി കിത്തന അന്തർ ഹേ, ഒത്തിരി വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് ലൈൻ, चुटपन में हमने शिमला रिज पर बहुत मजे किए हैं, घोड़ों की सवारी की है, शिमला के हर बच्चे को कभी न कभी एक मौका मिल हो जाता था. मीन्स ഷിംല റിഡ്ജ് എന്ന് പറഞ്ഞൊരു പ്ലേസാണ്. ഷിംലയിലുള്ള ഷിംല റിഡ്ജ് എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. അവിടെ പോകുമായിരുന്നു കറങ്ങാൻ. നമ്മളിപ്പോൾ ആലപ്പുഴ ബീച്ചിൽ പോകുന്ന പോലെ അവരുടെ ഒരു പ്ലേസാണ് ഷിംല റിഡ്ജിൽ അവർ പോകും. അവിടെ എന്താണ് ഘോടോങ്കോ സവാരി, ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്. ഷിംല കെ ഹർ ബച്ചോങ്കോ കബി ന കബി അത് മൗക്ക മിൽ ജാതാ ഹൈ. ഷിംലയിലുള്ള ഏതോ കുട്ടിക്കും ആ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. എന്താണ്, കുതിരപ്പുറത്ത് കയറാനൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. हम जाने क्यों घोड़ों को कुछ कमतर करके समझते, उन पर हंसते थे. ननिहाल के घोड़े खूब हृष्ट पुष्ट और खूबसूरत, उनकी बात फिर कभी. അതായത് हम जाने क्यों घोड़ों को कुछ कमतर करके समझने, अതായത് she says I don't know why she feel very funny. എനിക്കറിയില്ല എന്താണ് ഞങ്ങൾ ഈ ഹോഴ്സ് റൈഡിങ്ങിന് പോകുമ്പോൾ she like very funny, അവർക്ക് വളരെ ഫണ്ണി ആയിട്ടാണ് തോന്നുന്നത്. ബിക്കോസ് എന്താണ്, ഈ കുതിരയുടെ പുറത്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നല്ല പൊക്കത്തൊക്കെ ഇരിക്കുമ്പോൾ വളരെയധികം എൻജോയ് ചെയ്താണ് ആ ഒരു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. മുൻപർ ഹസ്തേതെ, അതിന് പുറത്തിരുന്ന് ചിരിക്കുമായിരുന്നു. നനിഹാൽ കെ ഘോടെ, നനിഹാൽ എന്ന് പറഞ്ഞാൽ നാനിയുടെ പ്ലേസിലാണ്, അതായത് അവിടെ നാനിമാരുടെ പ്ലേസിൽ അവിടെ നമ്മൾ നനിഹാൽ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നാനിയുടെ വീട്, നമ്മളിപ്പോൾ നമ്മൾ പറയുകയാണ് അമ്മൂമ്മയുടെ വീട്ടിൽ പോകുന്നു, അപ്പൂപ്പൻ്റെ വീട്ടിൽ പോകുന്നു എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ നമ്മൾ പറയുന്ന അപ്പൂപ്പൻ്റെ വീട് അമ്മൂമ്മയുടെ വീട് എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ, ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ് അങ്ങനെ പറയുന്നത്. ഇവിടെ ഇവർ ഹിന്ദിയിൽ ഇത് പറയുന്നത് നനിഹാൽ, അവരുടെ വീട്ടിൽ. നമ്മൾ അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞിട്ട്, ഇപ്പോൾ കല്യാണം നമ്മൾ ജനിച്ചു വളർന്ന ഒരു വീട്ടിൽ കല്യാണം കഴിച്ചു വിടുന്ന വേറൊരു വീട്ടിൽ, അപ്പോൾ അവരെ പറയുന്നത് സസുർവാല എന്നാണ്. സസുർവാലേഖർ എന്ന് പറയുന്നത് കല്യാണം കഴിച്ച വീട്ടിൽ. അപ്പോൾ അതുപോലെയാണ് നനിഹാൽ എന്ന് പറഞ്ഞാൽ നാനിയുടെ വീട്. നനിഹാലിൻ്റെ കോടെ, നനിഹാലിൻ്റെ അവിടെ കോടയുണ്ട്. അവിടുത്തെ ഹോഴ്സ് എന്ന് പറയുന്നത് ഹ്രഷ്ട് പൃഷ്ട് എന്ന് വെച്ചാൽ വളരെയധികം നല്ല ജിമ്മനാണ് അവൻ, വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു കോടയുണ്ട്. അവനെ ഞാനിപ്പോൾ ആ സമയത്ത് ഓർക്കുകയാണ്, അതിൻ്റെ കാര്യം പിന്നെ പറഞ്ഞുതരാം എന്ന് കൃഷ്ണാസോപതി പറയുകയാണ്. ഓക്കെ, ഉൻകി ബാത് ഫിർ കബി, അതിൻ്റെ കാര്യം പിന്നെ പറയാം. നെക്സ്റ്റ് ലൈൻ, शाम को रंग बिरंगे गुब्बारे सामने जाकू का पहाड़ ऊंचा चाच എന്ന് വെച്ചാൽ എന്താണ്, ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്ക് വളരെയധികം ആ ഗ്രൗണ്ടിൽ ചെന്നിരിക്കണം, വളരെയധികം ഭംഗിയാണ് അവരുടെ പ്ലേസ് കാണാനായിട്ട്. എന്താണ്, രംഗ് ബിരംഗി ഗുബ്ബാരെ, വളരെയധികം കളർഫുൾ ആയിട്ടുള്ള ബലൂൺസ്. ദെൻ സാമനെ ജാക്കു ക പഹാഡ്, ജാക്കു എന്ന് പറഞ്ഞാൽ കുന്നിൻ്റെ പേരാണ്, ഹിൽ നെയിമാണ് ജാക്കു ക പഹാഡ്. ഊഞ്ചാ ചർച്ച്, നല്ല ഹൈറ്റുള്ള പള്ളി. ചർച്ച് കി ഘടിയാം ബജത്തി ഹേ, പള്ളിയിൽ മണിയടിക്കുന്നു, ബെൽ. ദൂർ ദൂർ തക് ഉൻകി ഗൂഞ്ച് ഫൈൽ ജാതി ഹേ, അങ്ങ് ദൂരത്ത് നിന്നാലും ആ പള്ളിയിൽ മണിയടിക്കുന്നത് നമ്മൾക്ക് കേൾക്കാം. लगता इसके जागीर से प्रभु यीशु स्वयं कुछ कह रहा है. തോന്നുന്നു ഈ ഒരു പള്ളിയുടെ മണി ഇങ്ങനെ നമ്മുടെ ചെവിയിലോട്ട്, നമ്മുടെ കാതിലോട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ എന്താണ്, ക്രൈസ്റ്റ് സേസ് എ ബ്യൂട്ടിഫുൾ മെസ്സേജ് ഫ്രം ദിസ് ബെൽ. അതായത് ക്രൈസ്റ്റ് പറയുന്നു നമ്മളോട് ഇതിലൂടെ എന്തോ ഒരു നല്ലൊരു മെസ്സേജാണ് നമ്മൾക്ക് തരുന്നതായിട്ടാണ് തോന്നുന്നത്. പ്രഭു യേശു എന്ന് പറഞ്ഞാലാണ് ക്രൈസ്റ്റ്. Then सामने आकाश पर सूर्यास्त हो रहा है, गुलाबी सुनहरी दारियां नीले आसमान पर फैल रही है. അതായത് the sun is getting to ready to set. സൺ എന്താണ്, സെറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതായത് ആ ഒരു ഈവനിങ് ടൈമിലുള്ള ആ നാച്ചുറൽ ബ്യൂട്ടി പറയുകയാണ്. ഗുലാബി സുൻ
ദാരിയ നീലേ ആസ്മാൻ പർ ബഹ് രഹി ഹൈ. എന്താണ്? നല്ല പിങ്കിഷ് ആയിട്ടുള്ള നല്ല ഗോൾഡൻ കളറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് സ്കൈ. റിച്ച് पर रौनक और माल की दुकानों की चमकी क्या कहना. അതായത് ലൈറ്റനിങ് അറേഞ്ച്മെന്റ്സ് വളരെ നല്ല ഭംഗിയാണ് ഷോപ്പിലേക്ക്. ആ ലൈറ്റനിങ് അറേഞ്ച്മെന്റ്സിനെ കുറിച്ചൊന്നും ഒന്നും പറയാനില്ല, വളരെയധികം ഭംഗിയുള്ളതാണ്. അതായത് ദിസ് ഈസ് എ വെരി യൂണിക് ബ്യൂട്ടി എന്നാണ് നമ്മുടെ കൃഷ്ണ സോപതി പറയുന്നത്. ഓക്കെ, ഷിംല റിഡ്ജിൽ വളരെയധികം ഭംഗിയാണ്, നല്ലൊരു യൂണിക് ബ്യൂട്ടിയാണ്, അതായത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ്. സ്കൈഗിൾ പോയിന്റ് की वीट से उभरता कोलाहल. സ്കൈഗിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്ലേസ് ആണ്. എന്താണ് സ്കൈഗിൾ പോയിന്റ് എന്ന് പറയുന്നത്? സ്കൈഗിൾ പോയിന്റ്. ഓക്കെ, की वीट से, വീട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് കേട്ടോ. സ്കൈഗിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു മാർക്കറ്റ് ആണ്. ആ മാർക്കറ്റിലെ ബഫലോ ഫീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൗഡ്, ഒരുപാട് ആളൊക്കെ കൂടി നിൽക്കുന്നതും. കോലാഹൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെയധികം നോയ്സ് ഒക്കെ കേൾക്കാൻ പറ്റുന്നത്. അതൊക്കെ ഒരു വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഷീ ഈസ് വെരി റിമെമ്പറിങ് ഹിസ് വെരി അട്രാക്റ്റീവ് ആൻഡ് വെരി ലവ്ലി ചൈൽഡ്ഹുഡ്. അതാണ് ഇവിടെ കൃഷ്ണ സോപതി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവരുടെ ചൈൽഡ്ഹുഡ്, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ലാസ്റ്റ് പാരഗ്രാഫ് കുറച്ച് കൊണ്ടുവന്നുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു ആൻഡ് സീ യു ദ നെക്സ്റ്റ് വീഡിയോ.